നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം ആരാണ് സംഘി എന്നുള്ളതാണ്. പൊതുവിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയാണ് നമ്മൾ സംഘി എന്ന് വിളിക്കാറ്. എങ്കിലും ഈ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളൊക്കെ വരുമ്പോൾ സംഘി, കമ്മി, കൊങ്ങി, ക്രിസംഘി എന്നൊക്കെ പറയും. അതിൽ പൊതുവെ ഈ ഇടത് സർക്കാരിനെ വിമർശിക്കുന്നവരെയാണ് പൊതുവെ സംഘി എന്ന് വിളിക്കാറുള്ളത്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ താങ്കൾ അത് നേരിട്ടിട്ടുള്ളതുമാണല്ലേ. ഈ രാഷ്ട്രീയ നിരീക്ഷകനായ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുമ്പോഴും ചില ഫാക്ട്സ് പറയുമ്പോൾ ഈ എതിർ പാനലിസ്റ്റുകൾ താങ്കളെ സംഘി എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി സംഘി എന്ന വിളിപ്പേര് കേട്ടത് പിണറായി വിജയനാണ്. സന്ദീപ് വാര്യരും സാദിഖ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയെ പരാമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കുടത്തിലും ചന്ദ്രികയുമാണ് പിണറായി സംഘിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ സംഘിയാകാൻ കേരളത്തിലുള്ള മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. താങ്കൾക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ലക്ഷ്മി, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത നിർണ്ണയിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സംഘിയാണ് എന്നുള്ള ഒരു ചാപ്പയ്ക്ക് അർഹനാകുന്നത് നിങ്ങൾ ആരോടെങ്കിലും ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടാകണമെന്നില്ല. മറുപടി ഇല്ലാത്തപ്പോൾ നിങ്ങളെ ഡിസ്കാർഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു അപ്രസക്തനായിട്ടുള്ള ആളാണ്, നിങ്ങളുടെ വാദങ്ങൾക്ക് മറ്റാരും തന്നെ ചെവി തരാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കാവുന്ന, യാതൊരു വിധത്തിലുള്ള ബ്രെയിൻ വർക്കും ആവശ്യമില്ലാത്ത ഒരു കാര്യം സംഘി ചാപ്പ അങ്ങടിക്കുക എന്നുള്ളതാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറയുന്ന ഫാക്റ്റുകൾ, ഫിഗറുകൾ, നമ്മൾ ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു. ഈ കാര്യത്തിനെ ഖണ്ഡിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ വസ്തുതയില്ല. അപ്പോൾ ഈ വസ്തുതകളൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടാകണം, നിങ്ങളുടെ ഭാഗത്ത് കുറേയധികം എഫേർട്ട് ഉണ്ടാകണം. അപ്പോൾ അവിടെയും ഇതിനെയൊക്കെ തന്നെ ലളിതവൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കേണ്ടതില്ല, കാരണം നിങ്ങൾ സംഖ്യയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നാരേറ്റീവ് ഉണ്ടാക്കുകയാണ്. അതുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും തന്നെ ഒരുപക്ഷെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ സുദീർഘമായ പ്രവർത്തന പരിചയം, പാരമ്പര്യമൊക്കെ കേരളത്തിലുള്ളപ്പോൾ പോലും അത് ഒരുപക്ഷെ ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്ക്, അല്ലെങ്കിൽ അതിശക്തമായി സ്വാധീനിക്കുന്ന രീതിയിലത്തേക്ക് പൊളിറ്റിക്കലി റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നിയമസഭയിൽ ഇപ്പോഴും അവർക്ക് പ്രാതിനിധ്യമില്ല. ലോക്സഭയിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നത്. അത് നമുക്കറിയാം. ചില ലോക്കൽ ബോഡികളിലൊക്കെ തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു കണ്ടിന്യൂഡ് സ്ട്രഗിളാണ് നിയമസഭയിൽ ഒരു വലിയ സ്വാധീനം എന്ന രീതിയിലത്തേക്ക് വരുന്നതിന്. അപ്പോൾ അതില്ലാതിരിക്കുന്നത് കേരളത്തിലെ പൊതുവെ മതനിരപേക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് എന്നും അവർക്ക് ഇവിടെയുള്ള ചോയ്സ് മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ആ നറേറ്റീവിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും തന്നെ ഒരുപക്ഷെ നമ്മൾ മനഃപൂർവ്വമായിട്ടാണെങ്കിലും ഇനി അറിയാതെയാണെങ്കിലും ഈ പൊതുധാരയുള്ള രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ പാർട്ടികൾ, ഐഡിയോളജി എന്നതൊക്കെ ഏതാണ് എന്ന് നമ്മളും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒരു ലാൽ സലാം എന്ന് പറയുന്ന സിനിമ എല്ലാവർക്കും വളരെ സ്വീകാര്യമായി മാറുന്നതും, അതല്ലാതെ ഒരു മേപ്പടിയാൻ സിനിമയിൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസ് കാണുമ്പോൾ പോലും അത് വിവാദമാകുന്നതും. അപ്പോൾ ഇതിനെ ഒളിച്ചു കടത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ സംഘി സ്റ്റാമ്പിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പിണറായി വിജയനാണെങ്കിൽ ഇപ്പോൾ ഈ ലക്ഷ്മി പറഞ്ഞതുപോലെ ലേറ്റസ്റ്റായിട്ട് സംഘി ചാപ്പ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് UDF പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ സംഘി ചാപ്പ കൊടുക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ഒരു CPM BJP ബാന്ധവം എന്നത് പറയുന്നുണ്ട്. ആ ബാന്ധവത്തിന് നെടുനായകത്വം നൽകുന്നത് പിണറായി വിജയനാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കളുമായി, സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ട് കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്ന ശ്രീ സന്ദീപ് വാര്യർ അടക്കം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയെ തന്നെയുണ്ട്. അദ്ദേഹം പറയുന്ന നേരത്തെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പാർട്ടിയിൽ ചേരുകയാണ്. ആ ചേരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി നടത്തിയിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ എതിർത്തതാണോ എൻ്റെ കുറ്റം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ BJPയുമായിട്ട് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് പറയുന്നു. ആ ബന്ധത്തിനെ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് അടക്കം അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കം UDFൻ്റെ ആൾക്കാരെല്ലാവരും തന്നെ മുഖ്യമന്ത്രി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം അദ്ദേഹത്തിന് സംഘി ചാപ്പ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇപ്പോൾ തങ്ങൾ കുടുംബം, പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ വിശേഷിക്കാം നമ്മൾ പലപ്പോഴും ക്രിറ്റിസിസമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ പാർട്ടിയുടെ പേരിൽ തന്നെ ഒരു മതവിഭാഗത്തിലുള്ള ആൾക്കാരെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എത്രത്തോളം സെക്യുലർ ആകാനായിട്ട് സാധിക്കും? നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് സെക്യുലർ ആണോ അല്ലയോ എന്ന രീതിയിലത്തേക്കുള്ള ചോദ്യമൊക്കെ പല ആൾക്കാരും ചോദിക്കാറുള്ളതാണ്. അത് സാമുദായിക താല്പര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാകുമ്പോൾ അവരുടെ വെൽഫെയർ, അവരുദ്ദേശിക്കുന്ന വെൽഫെയർ എന്ന് പറയുന്നത് അവരുടെ പേരിൽ പ്രതിനിധീകരിക്കുന്ന മതവിഭാഗത്തിന് മാത്രമാണോ എന്ന ചോദ്യം ഞാനടക്കം പല ആൾക്കാരും ഇവരോട് ചോദിച്ചിട്ടുണ്ട്.
പക്ഷെ അത് പറയുമ്പോഴും കേരള സമൂഹത്തിലുള്ള ഒരു വസ്തുത അതിതീവ്രമായി ചിന്തിക്കാത്ത വിഭാഗത്തിലുള്ള ആൾക്കാരാണ് മുസ്ലിം ലീഗിൽ പൊതുവേ ഉള്ളത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും അവരുടെ അണികളിലാണെങ്കിലും ഒക്കെ തന്നെ ആ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അൺസെറ്റിൽ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയാണ് ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം വളരെ നേരിട്ട് പറയുകയാണ്, സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചുകൊണ്ട് പറയുകയാണ് ജമാഅത്തയുടെ ഫോളോവറാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ പ്രതിരോധിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണം തെറ്റാണ് എങ്കിൽ വസ്തുതാപരമായിട്ടത് ఖണ്ഡിക്കണം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിന് ചരിത്രപരമായിട്ടുള്ള പ്രസക്തി ഇല്ല എങ്കിൽ ആ കാര്യങ്ങൾ നിരത്തി അദ്ദേഹത്തിനെ എതിർക്കണം. ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കള്ളമാണ് എങ്കിൽ അദ്ദേഹം പച്ചക്കള്ളം പറയുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന നിലയ്ക്കുള്ള ആരോപണം ഉണ്ടാകണം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. പ്രത്യേകിച്ച് ഒരു പാർട്ടി ലീഡർഷിപ്പിനേക്കാൾ നമ്മൾ ഈ കുറച്ച് തോട്ട് ലീഡേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് കഴിയേണ്ടതാണ്. പക്ഷേ ചന്ദ്രിക അവരുടെ മുഖപ്രസംഗം പത്രത്തിൽ എഴുതുമ്പോൾ പോലും അവർ ആ ഫാക്റ്റുകളിലേക്ക് പോകുന്നില്ല. നേരെ മറിച്ച് ചില ആരോപണങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ നിരന്തരം ചർച്ച ചെയ്തിരിക്കുന്ന തൃശ്ശൂർ പൂരം അവിടെ കുളമായിരിക്കുന്നു, അത് കലക്കിയതിൻ്റെ പിന്നിലുള്ള ഒരുപക്ഷെ പിണറായി വിജയൻ്റെ താല്പര്യം, ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട താല്പര്യം, വഖഫ് വിഷയം ഇങ്ങനെ തീരുമാനമില്ലാതെ അതിങ്ങനെ നീണ്ടു പോവുകയാണ്, അതിൽ അദ്ദേഹത്തിനുള്ള സംഘപരിവാർ താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണമാണ്. നേരെ മറിച്ച് എന്തിനാണോ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണം, ആ ആരോപണത്തിൽ നിന്ന് മുക്തനാകുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഫ്രീ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 1-2 പോയിന്റ് അങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ അതവിടെ തീരുമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് അയോധ്യ രാമജന്മഭൂമി വിഷയം. ആ രാമജന്മഭൂമി വിഷയം ഉണ്ടാകുന്ന സമയത്ത് സാദിഖ് അലി തങ്ങളുടെ തന്നെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ദീർഘകാലമായിട്ട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ്, അത് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിനെ വിമർശിച്ചു തരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ലീഗിൻ്റെ അനുഭാവികളായിട്ടുള്ള എത്രയോ ആൾക്കാർ, അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമായിട്ടുള്ള എത്രയോ ആൾക്കാർ വിമർശിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഖ്യയായോ? നമ്മളിപ്പോൾ പിണറായി വിജയൻ സംഖ്യയാകുന്ന കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്താവന പറയുന്നതിൻ്റെ പേരിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംഖ്യയാകണം. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹാഗിയ സോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് സാദിഖ് അലി തങ്ങളുടെ ഒരു ആർട്ടിക്കിൾ വളരെ വലിയ വിവാദമുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. ഹാഗിയ സോഫിയ എന്ന് പറയുന്നത് എർദോഗാൻ ഭരണകൂടം എങ്ങനെയാണ് ഒരു കോടതി വിധിയെ തുടർന്ന് അത് മുമ്പുണ്ടായിരുന്ന അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന മ്യൂസിയം എന്ന സ്റ്റാറ്റസിലേക്കോ പണ്ടുണ്ടായിരുന്ന ഓർത്തഡോക്സ് ചർച്ച് എന്ന നിലയിലേക്കോ പോകാതെ അതിനെ ഒരു മുസ്ലിം പള്ളിയായിട്ട് മാറ്റിയത് എങ്ങനെയാണ് എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രശ്നം അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അത് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഹാഗിയ സോഫിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു. അത് പിന്നീട് ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ്, ഒരു ഇംപ്രഷനാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ അത് അങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം ഏത് നിലപാടുകാരനായിരുന്നു? അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകാരനാകുമായിരുന്നു, പിന്നീട് വരുമ്പോൾ അദ്ദേഹം സംഖ്യയാകുമായിരുന്നു. ഇങ്ങനെ പല പല കോണ്ടെക്സ്റ്റുകളിൽ ആൾക്കാർക്ക് പല രീതിയിലത്തേക്കുള്ള ചാപ്പയടിക്കുന്നതിന് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് പാണക്കാട് കുടുംബത്തിന് ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, അത് അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന് ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, അത് മതനിരപേക്ഷതയുടെയോ സാഹോദര്യത്തിൻ്റെയോ ഒക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഒരാൾ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് ആ വിമർശനത്തിനെ അപ്രസക്തമാക്കുന്ന രീതിയിലത്തേക്ക് അയാൾ സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ സംഖ്യയ്ക്ക് മറുപടി പറയേണ്ടതില്ല എന്ന രീതിയിലത്തേക്ക് ലീഗും അവരുടെ മുഖപത്രവും അവരുടെ മുഖപ്രസംഗവും അവരുടെ ഒപ്പമുള്ള കോൺഗ്രസും ഒക്കെ മാറുന്നു അല്ലെങ്കിൽ അധപ്പതിക്കുന്നു എന്ന് പറയുന്നത് സംശുദ്ധ രാഷ്ട്രീയമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇവരുടെ ചോദ്യമുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ഞങ്ങളുടെ തങ്ങളെ അളക്കാൻ നിൽക്കണ്ട എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അളക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ആരെ പറ്റിയും അഭിപ്രായം പറയാം, അല്ലേ? ആ അഭിപ്രായം പറയുന്നതിനെ നിങ്ങൾ തിരിച്ച് അഭിപ്രായം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രി അതിന് വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഹൈ പെഡസ്റ്റലിൽ ഇരിക്കുന്ന ആളാണ്, അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം, അത് വിമർശന വിധേയമാവരുത്, വിമർശനത്തിന് അതീതമായിരിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഒക്കെ തന്നെ സൃഷ്ടിക്കുന്ന എന്തിനാണ്? ഇപ്പോൾ ലീഗിൻ്റെ വിശ്വാസം പിന്തുടരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരിക്കാം, അദ്ദേഹത്തിൻ്റേത് വളരെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിലത്തേക്കുള്ള ഒരു സ്ഥാനമൊക്കെ ആയിരിക്കാം. പക്ഷേ കേരളീയ പൊതുസമൂഹത്തിൽ അങ്ങനെയാണോ? അല്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനത് ആരോപണം ഉന്നയിച്ചുകൂടെ? ഉന്നയിക്കാം. അദ്ദേഹം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞാലോ, അല്ലെങ്കിൽ പിന്നെ ശ്രീ G. സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഷപ്പിനെതിരെ പറഞ്ഞാലോ ഒക്കെ ഉള്ള അതേ രീതിയിൽ തന്നെ വേണം ഇതിനെ കാണാൻ. പ്രതിരോധിക്കുന്നത് ശരിയായ മാർഗ്ഗങ്ങളിലൂടെ ആയിരിക്കണം, അല്ലാതെ ചാപ്പയടിച്ചാവരുത് എന്നുള്ളത് ലീഗ് ഈ ഒരു വിഷയത്തിലെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം പറയാം. വഖഫ് വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. ഈ വഖഫ് വിഷയം ഉണ്ടാകുന്നു, മുൻപത്ത് കുറേയധികം ആൾക്കാർ കുടിയിറക്കപ്പെടുമോ എന്ന രീതിയിലുള്ള ഒരു ഭീതിയിൽ കഴിയുകയാണ്.
മുമ്പ് പൗരത്വ ഭേദഗതി നിയമം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഈ നിങ്ങളുടെ രേഖ, നിങ്ങളുടെ ഉപ്പൂപ്പായുടെ രേഖ, ഉപ്പൂപ്പായുടെ രേഖ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കുടിയിറക്കപ്പെടാതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു സൈഡിൽ നിന്നിരുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടി ഇന്ന് ഇമ്മിനൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഈ ഉപ്പൂപ്പയുടെ എല്ലാ രേഖ കയ്യിലുള്ള ആൾക്കാർ പോലും മുനമ്പത്ത് അതിനു മുമ്പ് ഇത് വഖഫ് ഭൂമി ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിൽ കുടിയിറക്കപ്പെടും എന്ന ഭീതിയിൽ കഴിയുമ്പോൾ അവരുടെ നിലപാട് എന്താണ്? അവരുടെ വക്താക്കളൊക്കെ തന്നെ ചർച്ചകളിൽ വന്ന് പറയുന്നത് മതനിരപേക്ഷ നിലപാടാണോ, മതസാഹോദര്യ നിലപാടാണോ, അതോ ഈ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും പറ്റില്ല, ഇതിൽ വിട്ടുവീഴ്ച പാടില്ല, ഇത് വഖഫ് ഭൂമി വഖഫിൻ്റെ തന്നെയാണ്, വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം അതുതന്നെയാണോ, സമസ്തയുടെ അഭിപ്രായം അതുതന്നെയാണോ, ലീഗിൻ്റെ അഭിപ്രായം അതുതന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ പിണറായി വിജയനോട് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞത് അതാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുന്നതിന് പകരം ചാപ്പയടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സോ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസമോ ഉണ്ടാവുകയില്ല. അത് ഒരു രാഷ്ട്രീയത്തിന്, ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും വിമർശനത്തിന് അതീതനായിരുന്ന പിണറായി വിജയൻ തന്നെ ഇന്ന് വിമർശനത്തിന് പാത്രമാകേണ്ടി വന്നു. പ്രത്യേകിച്ച് അത് പാണക്കാട് കുടുംബത്തെ പറഞ്ഞപ്പോൾ എന്നുള്ളതാണ്. എന്തായാലും നന്ദി ശ്രീ പാണക്കാട്. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.